ഇനി ജയിലിന് മുന്നിലും റീൽസ് ചിത്രീകരണവുമായി മണവാളൻ യൂട്യൂബ് ചാനൽ ഉടമ മുഹമ്മദ് ഷഹീൻ ഷാ. വിദ്യാർത്ഥികളെ കാറിൽ പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലായ ഇയാളെ ജയിലിന് മുന്നിൽ എത്തിച്ചപ്പോഴായിരുന്നു സുഹൃത്തുക്കളെ കൊണ്ട് റീൽസ് ചിത്രീകരിച്ചത്. എല്ലാം ഒരു പ്രഹസനവും പ്രകടനവും ഒക്കെ ആകുന്നു എന്നാണ് ഗോകുൽ VS വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഗോകുൽ, ഇയാളുടെ ആകെ മൊത്തം ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിനിടയിലാണ് അപ്പോഴും റീൽസ് ചിത്രീകരണം. ഇത് ആദ്യത്തെ സംഭവമല്ല കേരളത്തിൽ. മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് പോലീസ് കൊണ്ടുവരുമ്പോഴൊക്കെ യൂട്യൂബർമാരുടെ ഈ തരത്തിലുള്ള തോന്നിയാസം എന്ന് തന്നെ നമുക്ക് പറയാം അതിനെ. ഇത് എന്താണ് മണവാളിന്റെ പരിപാടികൾ എങ്ങനെയായിരുന്നു? മണവാളിനെ 15 ദിവസം റിമാൻഡ് ചെയ്ത് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരത്തിലൊരു റീൽസ് ചിത്രീകരിക്കുന്നത്. സുഹൃത്ത് ഫോണിൽ ആണ് ചിത്രീകരിക്കുന്നത്. അതിൽ മണവാളൻ പറയുന്നത് ശക്തമായി തിരിച്ചു വരും എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഒരു രീതിയാണ്. അതിൽ മണവാളന്റെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരഭാഷ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അയാൾ എത്രമാത്രം ലാഘവത്തോടെയാണ് കാര്യത്തെ കാണുന്നത് എന്നാണ്. അല്ലെങ്കിൽ ജയിൽവാസം ഒന്നും അത്രമാത്രം, അല്ലെങ്കിൽ ഈ റിമാൻഡ് കാലം അദ്ദേഹത്തെ അത്രമാത്രം കൂട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായി അതിൽ കാണുന്നില്ല. ഏതായാലും അത്തരത്തിലുള്ള സംഭവമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെയാണ് മണവാളനെ ഇവിടേക്ക് തൃശ്ശൂരിലേക്ക് എത്തിച്ചത്. പോലീസ് സംഘം പിടികൂടി എത്തിച്ചത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. 14 ദിവസത്തേക്കാണ് മണവാളന്റെ റിമാൻഡ്. ഗോകുല് പറഞ്ഞതുപോലെ തന്നെ ഇയാളുടെ മുഖഭാവം, ഒരു തരത്തിലുള്ള കൂസലമില്ലാത്ത മുഖഭാവം, ഒപ്പം തന്നെ ജയിലിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ റീൽസ് ചിത്രീകരണം. ഇതൊക്കെ ഒരു പാരലൽ വേൾഡിലാണ് സംഭവിക്കുന്നത് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ്. ഈ റീൽ ഇപ്പം അപ്പ് ചെയ്തോ? ഇല്ല, റീൽ അപ്ലോഡ് ചെയ്തതായി നമ്മൾ കണ്ടില്ല. പക്ഷെ മറിച്ച് ഇത് മറ്റൊരാൾ ദൃശ്യം ചിത്രീകരിക്കുകയാണ് ചെയ്തത്. അതായത് ഈ റീൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ റീൽ എടുക്കുന്നതിന് വേണ്ടി മണവാളൻ അത് പറഞ്ഞ് എടുപ്പിക്കുകയായിരുന്നു, സുഹൃത്തിനെ കൊണ്ട് എടുപ്പിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ സ്വാഭാവികമായും ജയിലിലായതുകൊണ്ട് തന്നെ ഫോൺ കൈകാര്യം ചെയ്യുന്നതിനൊന്നും തന്നെ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാകും. അപ്പോൾ എന്താണെന്നറിയില്ല, പക്ഷെ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും റീലിനും ഇനി കൂടുതൽ ഷെയറും റീച്ചും ഒക്കെ കിട്ടുമെന്ന് കണ്ടു തന്നെയാണ് ജയിലിന് മുന്നിലും ഈ ചിത്രീകരണമൊക്കെ നടക്കുന്നത്.